നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കീഴിലുള്ള കൊടകര അഗ്രികൾച്ചറൽ റൂറൽ ആൻഡ് മാൻ പവർ ഡെവലപ്മെന്റ് അസോസിയേഷൻ കർമ്മയുടെ രജത ജൂബിലി ആഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ കൈമാറി. നാടിന്റെ അഭിമാന താരങ്ങൾക്ക് ആദരമൊരുക്കി കൊരട്ടി പാഥേയം. വാർത്തകൾ വിശദമായി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യമടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തുന്നതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലൂർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്കു വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക് ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിനിരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറയ്ക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഒരു നാടിൻ്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ണടിച്ചിട്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ. ഇത് തന്നെയല്ല, ഇത് കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ്. നമ്മുടെ കുടിവെള്ളം എടുക്കുന്നത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ്. അപ്പം ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒരാൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാനോ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ സ്മെല്ലാണ്. നമുക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിവ അനിയന്ത്രിതമായി വളരുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ പുഴയിലുള്ള എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിൽ വെള്ളത്തിന്റെ നിറം, മണം, കട്ടി എന്നിവ ഗുരുതരമായി ബാധിച്ചതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ KK അനീഷ് കുമാർ പറഞ്ഞു. മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. വെള്ളം കുടിച്ചിട്ട് ഒക്കെ ഛർദി വയ്യാണ്ടും ഒക്കെ നടക്കുക. ഇത് കുറേ കാലങ്ങളായിട്ട് ഈ വെള്ളത്തിന്റെ പ്രശ്നമാണ് കൂടുതലായിട്ട്. അത് പരിഹരിച്ചു തരിക, അതന്നെ ഞങ്ങൾക്ക് വേണ്ടത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കീഴിലുള്ള കൊടകര അഗ്രികൾച്ചറൽ റൂറൽ ആൻഡ് മാൻ പവർ ഡെവലപ്മെന്റ് അസോസിയേഷൻ കർമ്മയുടെ രജത ജൂബിലി ആഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കർമ്മ സ്റ്റാഫ് മിനി എന്നിവർ പങ്കെടുത്തു. കർമ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറിന്റെയും ലാബിന്റെയും പ്രവർത്തനം മികച്ച നിലയിലാണ് മുന്നോട്ടു പോകുന്നത്. 25 വർഷം കർമ്മയെ മുന്നോട്ട് നയിച്ച PK ശിവരാമൻ അടക്കമുള്ള ഭരണാധികാരികളെയും ജീവനക്കാരെയും ആദരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ കൈമാറി. സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ OSTA മുതിർന്ന അംഗം P നാരായണൻകുട്ടി സ്കൂളിലെ പ്രധാനാധ്യാപിക MK ഡൈനിക്ക് പഠനോപകരണങ്ങൾ കൈമാറി. OSTA പ്രസിഡന്റ് EK രാജലക്ഷ്മി, സെക്രട്ടറി K രമേശ്, ഷീജ ടീച്ചർ, കൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് ലഭിച്ച ദേവദർശ് ആർ നായരെ കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ആദരിച്ചു. കൊരട്ടി പാഥേയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുമേഷ്, കെയർ കേരള ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ നിഷാന്ത് D കൂള, ജോയിന്റ് സെക്രട്ടറി ടോൾജി, ഡയറക്ടർ ഷാലി മുരിങ്ങൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സുരേഷ് ഗോപിയുടെ വിജയത്തിൽ NCPക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞുവെന്ന് NCP സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് NCPയിൽ അർഹമായ പങ്കാളിത്തം നൽകി NDAയുടെ പ്രവർത്തനം ശക്തമാക്കുവാൻ യോഗം തീരുമാനിച്ചു. ജൂൺ 15-ന് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച് 30-ന് കാസർഗോഡ് പൂർത്തിയാകുന്ന ജില്ലാ കൺവെൻഷനുകൾ നടത്തുവാനും തീരുമാനിച്ചു. ഹോട്ടൽ എലൈറ്റിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയി വരിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശശി പുളിക്കൽ, ജനറൽ സെക്രട്ടറിമാരായ VV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, AV സജീവ്, AR നരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റുമാരായ CA ജോയി, വിനോദ് മീനത്തേരിൽ, PG സുഗുണൻ, രഞ്ജിത്ത് P ചാക്കോ, രവി കാരയ്ക്കാമണ്ഡപം, അഡ്വക്കേറ്റ് റെജി കേശവൻ നായർ, നേതാക്കളായ ശരത്, ദയാ വിനോദ്, റഫിൻ സലീം, രമേശ് മുണ്ടപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് നേതാക്കളായ അനിൽ എരനെല്ലൂർ, അഡ്വക്കേറ്റ് കബീർ മുഹമ്മദ്, അനിതകുമാരി എന്നിവർക്ക് പാർട്ടിയിൽ അംഗത്വം നൽകി. ചടങ്ങിൽ NDAയുടെ വിജയം പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. മുരിങ്ങൂർ ഡിവൈൻ നഗറിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ കുഴിച്ച വലിയ കുഴി ദുരിതമാകുന്നു. ഡിവൈൻ നഗറിൽ കാടുകുറ്റി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തായി വാഹനങ്ങൾക്ക് തിരിയുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വലിയ കുഴിയെടുത്തിട്ട് ഒരാഴ്ചയായെങ്കിലും നിർമ്മാണ ജോലികൾ നടത്തുവാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ലെന്ന് പറയപ്പെടുന്നു. റോഡ് തകർന്ന് കുഴിയായി കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു. ഡിവൈൻ നഗർ അടിപ്പാതയിലും സർവീസ് റോഡിലും മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു. ഇതിന് പരിഹാരം കാണുവാനായിട്ടാണ് ദേശീയപാത അധികൃതർ തകർന്നു കിടന്ന റോഡിലെ കുഴി JCB ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് തടസ്സമായി നിന്നിരുന്ന കല്ലുകളും മറ്റും നീക്കം ചെയ്തെങ്കിലും കുഴി മൂടുവാൻ കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്ലാബ് ഉയരം കൂട്ടിയതോടെ കുഴി അടയ്ക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഒരാഴ്ച മുൻപ് കുഴിയെടുത്ത ഭാഗം സ്ലാബിട്ട് യാത്രാ സൗകര്യം ഒരുക്കാത്ത കാരണം കാടുകുറ്റി ഭാഗത്തേക്കും മറ്റും വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിരവധി സ്കൂൾ ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, മറ്റ് വലിയ വാഹനങ്ങൾക്കും തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് പഞ്ചായത്ത് അംഗം റിൻസി രാജേഷ് മേനോത്ത് ആവശ്യപ്പെട്ടു. നാടിന്റെ അഭിമാന താരങ്ങൾക്ക് ആദരമൊരുക്കി കൊരട്ടി പാഥേയം. അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിയ കൊരട്ടിയുടെ സ്വന്തം R ദേവദർശൻ അടക്കമുള്ളവരെ ആദരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് മെഡിക്കൽ എൻട്രൻസ് നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്കുകളും വാങ്ങുന്നത്. +2-വിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ സാനിയ സുന്ദർ പാഥേയത്തിന്റെ തുടക്കക്കാരിൽ ഒരാളായി സർവീസിൽ നിന്നും വിരമിച്ച കൊരട്ടി മുൻ SI ഷാജു എടത്താടൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കൊരട്ടി YMCAയുടെ പുതിയ ഭാരവാഹികളായ ആന്റോ പെരേപ്പാടൻ, സൂസൻ എന്നിവർക്കാണ് ആദരമൊരുക്കിയത്. ആദരവ് സമ്മേളനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കൊരട്ടിയിലെ ഏറ്റവും മുതിർന്ന ഡോക്ടറും സെന്റ് മേരീസ് ഹോസ്പിറ്റൽ MDയുമായ ഡോക്ടർ വിൽസൺ ദേവദർശനെ ആദരിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസനെ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ആദരിച്ചു. ചടങ്ങിൽ പാഥേയത്തിന്റെ സംഘാടകരായ KN വേണു, KC ഷൈജു, സുന്ദരൻ പനങ്കൂട്ടത്തിൽ, ജോർജ് ഐനിക്കൽ, ജോസഫ് വെളിയത്ത്, TK ഷാജി, മനോജ് ജോസഫ്, ജനത പൗലോസ്, കൊരട്ടി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KR സുമേഷ്, ഡോക്ടർ ദീപാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അത്തരം പ്രവൃത്തി നമ്മൾ 3 വർഷമായിട്ട് നിരന്തരമായിട്ട് മുടങ്ങാതെ ഈ കേന്ദ്രത്തിൽ വിശപ്പകറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ കൊരട്ടിക്കകത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലും ബഹുമുഖ പ്രതിഭകളെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടി നമ്മൾ അതാത് സമയങ്ങളിൽ നമ്മളിവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മൾ കുറേയേറെ വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇവിടെ ഇന്നലെ ഓൺലൈൻ മീഡിയയിലും അതുപോലെ പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൊരട്ടിയുടെ ഏറ്റവും അഭിമാനമായ പ്രിയപ്പെട്ട നീറ്റ് അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിയ കേരള NGO യൂണിയൻ ചാലക്കുടി ഏരിയയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ചാലക്കുടി നഗരസഭാ കൗൺസിലർ ബിജി സദാനന്ദൻ നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ PK അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മഞ്ചേഷ് KM സ്വാഗതവും ഏരിയ ട്രഷറർ ജീന MN നന്ദിയും പറഞ്ഞു. ഇതിനോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സ്ഥാപന ശുചീകരണവും വൃക്ഷത്തൈ നടീലും നടന്നു.
ഇതോടനുബന്ധിച്ച് ഏരിയയ്ക്ക് അകത്തെ മുഴുവൻ ഓഫീസ് കേന്ദ്രങ്ങളിലും വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു. മുൻ വർഷങ്ങളിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വെച്ചുപിടിപ്പിച്ച ഔഷധ വനത്തിന്റെ പരിപാലനവും നടത്തി. ഇതെല്ലാം ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അനിവാര്യമാണ്. അത്തരത്തിലുള്ള പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതരത്തിൽ നടക്കുന്നു. നമുക്കറിയാം, ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കീഴിലുള്ള കൊടകര അഗ്രികൾച്ചറൽ, റൂറൽ ആൻഡ് മാൻ പവർ ഡെവലപ്മെന്റ് അസോസിയേഷൻ കർമ്മയുടെ രജത ജൂബിലി ആഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ കൈമാറി. നാടിന്റെ അഭിമാന താരങ്ങൾക്ക് ആദരമൊരുക്കി കൊരട്ടി പാഥേയം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.